തസ്കിയ 41. കുൽ ബഅദ ദാലിക മിൻ ഹലാലിൻ ലാ ശുബഹ മാ ലാ യദുമ്മു ശർഉ ദാലിക ഹുല്ലില ആഫാതു ശിബഇൻ സികലു ജിസ്മിൻ കസുവത്തുൽ ഖൽബിൽ നിസാലതു ഫിത്നതൻ മുതമൽമില തളഈഫു ജിസ്മിൻ അൻ ഇബാദതി റബ്ബിഹി ജൽബുൻ ലിനൗമിൻ ഫഹദർ അൻഹു വഅബ്ഹില. പ്രഭാത കർമ്മങ്ങളാണ് ഇതുവരെ വിശദീകരിച്ചത്. വഹാനസ്കാരം കഴിഞ്ഞു പഠനത്തിൽ മുഴുകി അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ വ്യാപരിച്ചു. ഇനി പറയുന്നത് കുൽ ബഅദ ദാലിക, അതിനുശേഷം നീ കഴിക്കണം, തിന്നണം, ഭക്ഷണം കഴിക്കണം. മിൻ ഹലാലിൻ, ഹലാലിൽ നിന്ന് കഴിക്കണം. ലാ ശുബഹ്, ഹലാലാണോ ഹറാമാണോ എന്ന് തിരിച്ചറിയാത്തതിൽ നിന്നൊരിക്കലും കഴിക്കരുത്. അപ്പോൾ പിന്നെ ഹറാമിൽ നിന്ന് തീരെ കഴിക്കാൻ പാടില്ല എന്ന് ഉറപ്പാണ്. മാലായതും യദുമ്മു ശറഉ, ശറഉ എതിർക്കാത്തതൊക്കെ ദാലിക ഹുല്ലില, ഹലാലാക്കപ്പെട്ടതാണ്. അപ്പം ശറഇന് എതിർപ്പില്ലാത്ത ഹലാല് മാത്രം കഴിക്കണം. ഹറാമ് കഴിച്ചാൽ നമ്മുടെ ബ്ലഡ് കേടുവരും. ഹറാമാണോ ഹലാലാണോ തിരിച്ചറിയാത്തത് പോലും കഴിക്കരുത്. മനുഷ്യന്റെ സംസ്കരണത്തിന്റെ, വിജയത്തിന്റെ, ഭക്തിയുടെ, തഖ്വയുടെയൊക്കെ അടിക്കല്ല് അവൻ കഴിക്കുന്ന ഹലാലായ ഭക്ഷണമാണെന്ന കാര്യം വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടതാണ്. നാം നമ്മുടെ മക്കൾക്ക് ഹലാല് കൊടുക്കാതിരിക്കുമ്പോൾ തലമുറകളെ തന്നെയാണ് നാം നശിപ്പിച്ച് കളയുന്നത് എന്ന ഒരു വലിയ ദുരന്തവും കൂടി നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഹലാലിൽ നിന്ന് മാത്രം നീ കഴിക്കണം. ഹലാലും ഹറാമും കൂടി കൂടിക്കലർന്നാൽ ഞാൻ ഇപ്പോൾ തിന്നുന്നത് ഹലാലാണോ ഹറാമാണെന്നോ അറിയില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നും കഴിക്കാൻ പാടില്ല സംസ്കരണം ഉദ്ദേശിക്കുന്ന വ്യക്തി. അതോടൊപ്പം ലാ ശൈഅ അൻഫഉ മിൻ തഖല്ലുലി അക്ലിഹി വശറാബിഹി ലിൽ ജിസ്മി വദ്ദീനി അതല. ബോഡിയെ സംബന്ധിച്ചിടത്തോളം, ദീനിനെ സംബന്ധിച്ചിടത്തോളം തീറ്റയും കുടിയും കുറക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമായി ഒരു കാര്യവുമില്ല. ഹലാല് മാത്രമേ കഴിക്കാവൂ. അതിനു പുറമെ ഹലാല് കഴിക്കുമ്പോൾ തന്നെ വളരെ കുറച്ചു മാത്രമേ ഭക്ഷിക്കാവൂ, കുടിക്കാവൂ. മനുഷ്യന്റെ ബോഡിക്ക് അതാണ് ഗുണപ്രദം. അതുപോലെ തന്നെ ദീനിനും ഏറ്റവും ഉപകാരപ്രദം അതുതന്നെയാണ്. ആകയാൽ ഈ ഒരു നിയന്ത്രണത്തിലേക്ക് നാം ഒക്കെ വരേണ്ടതാണ്. അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആഫാതു ശിബഇൻ സിഖലു ജിസ്മിൻ കസുവത്തുൽ ഖൽബിൽ ഇസാലതു ഫിത്നതൻ മുതമൽബില. ആഫാതു ശിബഇൻ, വയറ് നിറച്ച് തിന്നുമ്പോഴുണ്ടാകുന്ന വിപത്തുകൾ. ഒന്ന്, സിക്കലു ജിസ്മിൻ, ബോഡിക്ക് ഖനം കൂടും, ശരീരം ശരിക്കും കിനിക്കും, കൊഴുപ്പ് അടിഞ്ഞുകൂടും. അത് ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങൾക്ക് ഇടവരുത്തും. അതോടൊപ്പം ഖസ്വത്തുൽ ഖൽബി, ഹൃദയം കഠിനമായി പോകും. ദുആ ചെയ്താൽ മനസ്സറിയില്ല, ഖുർആൻ ഓതിയാൽ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരില്ല, നിസ്കാരത്തിൽ ഹൃദയഭക്തിയും സമാധാനവും ലഭിക്കുകയില്ല. മനസ്സിലേക്ക് ഒന്നും ഇറങ്ങി വരാത്ത, ഒക്കെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളായി തീരും. ഹൃദയം കടുത്തുപോയാൽ കഠിനമായ ഹൃദയവും ദുസ്വഭാവവും കടന്നുവരും. അതോടൊപ്പം അൽ ഇസാലത്തു ഫിത്നതൻ മുതമൽമില, ബുദ്ധിയുടെ പ്രസരിപ്പ്, സാമർഥ്യം നഷ്ടപ്പെട്ടു പോകും. ഒരുതരം അസ്ഥിരതത്വം കൈവരും. അങ്ങനെയുള്ളൊരവസ്ഥ ബുദ്ധിക്ക് സംജാതമായാൽ നമ്മുടെ ജീവിതത്തൊക്കെ തളറായി പോകും. അതിനു പുറമെ തളഈഫു ജിസ്മിൻ അൻ ഇബാദതി റബ്ബിഹി, റബ്ബിന് ആരാധന ചെയ്യാൻ ബോഡിക്ക് കഴിയില്ല. ഒരുതരം ആലസ്യം അനുഭവപ്പെടും, മടി പിടികൂടും, നിസ്കാരമൊക്കെ വലിയ ഭാരമായി തോന്നും. റബ്ബിന്റെ ആരാധനയെ തൊട്ട് ശരീരത്തെ ക്ഷീണിപ്പിച്ചു കളയും, ക്ഷയിപ്പിച്ചു കളയും. വയറു നിറച്ചു തിന്നാൽ ജൽബുല്ലി നൗമിൻ, അത് ഉറക്കത്തെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്യും. രാവിലെയും ഉറങ്ങണം, ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങണം, രാത്രിയും ഉറങ്ങണം, ധാരാളം സമയം ഉറങ്ങേണ്ടി വരും. ഈ ഉറക്കിലൂടെ മനുഷ്യൻ ഒരുപാട് നല്ല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ആകയാൽ ഫഹദർ അൻഹു, വയറ് നിറച്ചു ഉണ്ണുക എന്ന ദുസ്വഭാവത്തെ നീ ശ്രദ്ധിച്ചു കൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം. വ അബ്ഹില, അത് വർജിച്ചു കൊള്ളുകയും വേണം. അപ്പൊ ഹലാല് മാത്രമേ കഴിക്കാവൂ. ഹലാല് കഴിക്കുമ്പോൾ തന്നെ പരിധിയിൽ കവിഞ്ഞ് ഭക്ഷിക്കരുത്, വയറ് നിറച്ച് ഉണ്ണരുത് എന്നൊരു മഹത്തായ ഉപദേശമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഭൗതികമായ, പാരത്രികമായ, മതപരമായ വിജയത്തിന് അനിവാര്യമായ ഘടകമാണെന്ന് മനസ്സിലാക്കി ശക്തമായ ആത്മനിയന്ത്രണത്തിലൂടെ കുറേശ്ശെ ഭക്ഷണം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ.